വീട്ടിലെ പ്രസവത്തെ തുടർന്ന് പെരുമ്പാവൂർ അറക്കപ്പടി പെരുമാനി കൊപ്പറമ്പിൽ വീട്ടിൽ അസ്മ മരിച്ചത് അമിത രക്തസ്രാവം മൂലമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രസവശേഷവും വൈദ്യസഹായം നൽകിയില്ല. നില വഷളായപ്പോഴെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഭർത്താവ് അമ്പലപ്പുഴ വളഞ്ഞവഴി നീർക്കുന്നം സിറാജ് മൻസിലിലെ സിറാജുദ്ദീനെ മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബന്ധുക്കളുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിരുന്നു. കേസ് മലപ്പുറം പോലീസിന് കൈമാറിയതോടെ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. യുവതിയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്തതിനെ തുടർന്ന് പെരുമ്പാവൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. സിറാജുദ്ദീന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. കൂടുതൽ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തുമെന്നാണ് പോലീസ് പറയുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് പീഡിയാട്രിക് ഐസിയുവിൽ കഴിയുന്ന കുഞ്ഞിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച അസ്മയുടെ മൃതദേഹം ഇൻക്വസ്റ്റിന് ശേഷം ഇന്നലെ രാവിലെയാണ് പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. വൈകിട്ട് മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി പെരുമാനി ഇടത്താക്കര മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ ഖബറടക്കി. അസ്മയുടെ 5ാമത്തെ പ്രസവമാണിത്. ശനിയാഴ്ച വൈകിട്ട് 6-നാണ് ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. അസ്മ അസ്വസ്ഥത പ്രകടിപ്പിച്ചെങ്കിലും സിറാജുദ്ദീൻ കാര്യമാക്കിയില്ല. പുലർച്ചെ 3 മണിക്ക് ശേഷമായിരുന്നു മരണം. മരണവിവരം ആരെയും അറിയിക്കാതെ മൃതദേഹവും നവജാത ശിശുവിനെയും സിറാജുദ്ദീൻ ആംബുലൻസിൽ പെരുമ്പാവൂരിലെത്തിച്ചു. പ്രസവ സമയത്ത് രക്തം പോലും തുടച്ചു കളയാത്ത നിലയിലായിരുന്നു കുഞ്ഞ്. മരണവിവരം സിറാജുദ്ദീന്റെ ബന്ധുവാണ് അസ്മയുടെ വീട്ടുകാരെ അറിയിച്ചത്. പിതാവിന്റെ അടുത്ത് തന്നെ മറവ് ചെയ്യണമെന്ന് അസ്മയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് പറഞ്ഞാണ് പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവന്നത്. സിറാജുദ്ദീന്റെ പ്രതികരണങ്ങളിൽ ബന്ധുക്കൾക്ക് സംശയം തോന്നിയതോടെ സംഘർഷമുണ്ടായി. 10 പേർക്ക് പരിക്കേറ്റെങ്കിലും കേസെടുത്തിട്ടില്ല.